നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവരുടെ 7, 30 ആണ്ട് എന്നിവയൊക്കെ സാഘോഷമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കാറുണ്ട്. ചില സമയത്തൊക്കെ സങ്കടത്തോടുകൂടെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. പലപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയി അവരുടെ 7 അല്ലെങ്കിൽ 30 ആഘോഷിക്കുമ്പോൾ ഒരു പക്ഷേ അപ്പനായിരിക്കാം വേർപെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ മകൻ അല്ലെങ്കിൽ മക്കളൊക്കെ ഒരുമിച്ച് കൂടി ഈ അപ്പൻ്റെ 30, 7 ഇങ്ങനെ ആഘോഷപൂർവമായിട്ട് ആചരിക്കുമ്പോൾ പലപ്പോഴും ദൈവാലയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ മക്കളൊക്കെ പങ്കെടുക്കാൻ പറ്റാതെ അവർ ഈ 7 കൊടുക്കേണ്ട അല്ലെങ്കിൽ 30 കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ആലപാഞ്ഞ് നടക്കുമ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഈ അപ്പൻ്റെ ആത്മാവിനെ അവർ വീണ്ടും വീണ്ടും സങ്കടപ്പെടുത്തുകയാണെന്ന് ഈ കാറ്റലീന റീവായുടെ ദർശനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേർപിരിഞ്ഞു പോയവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന അത് വിശുദ്ധ ബലിയാണ്. വിശുദ്ധ ബലിക്ക് വേണ്ടി കാശ് കൊടുത്തതുകൊണ്ട് ആ ബലി പൂർത്തിയാകുന്നില്ല. കാശ് കൊടുത്തില്ല എങ്കിലും എൻ്റെ അപ്പന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ യോഗ്യതയോടുകൂടെ പങ്കെടുത്ത് ആത്മാക്കളെ ഓർക്കുന്ന സമയത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദൈവാലയത്തിൽ നിന്ന് പോരുമ്പോൾ ആ സമയത്ത് എനിക്കും എൻ്റെ കർത്താവ് യേശു മിശിഹായുടെ ബലിപീഠത്തിനും ഇടയിൽ നിൽക്കുന്ന ആ ആത്മാവ് ഒരുപാട് സന്തോഷിക്കാം. കാരണം എന്താ? ആ ആത്മാവ് സ്വർഗത്തോട് കുറച്ചുകൂടെ അടുത്തു. എങ്ങനെ? എൻ്റെ വിശുദ്ധമായ യോഗ്യതയോടുകൂടിയ ബലിയർപ്പണത്തിലൂടെ. അതിനാൽ പ്രിയമുള്ളവരെ, ഈ നവംബർ മാസത്തിൽ മാത്രമല്ല, എപ്പോഴൊക്കെ നാം ദൈവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെ നാം നമ്മളുടെ പ്രിയപ്പെട്ടവരെ